എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിൻ്റെയൊക്കെ തന്നെ സ്വാഗതം. അങ്ങനെ വിനോദ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആരോട് പറയും, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പം നമ്മുടെ പ്രിയ ചോദിക്കുക, എന്താ വിനോദേ, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല പ്രിയെ, നീ അവിടെ മിണ്ടാതിരിക്കുക എന്നും പറഞ്ഞ് ആകെ ടെൻഷൻ അടിക്കണം. എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രിയയും ഈ സമയം പിന്നീട് അനാർക്കലിയാണ് കാണിക്കുന്നത്. അനാർക്കലിയും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ. അതെ, വിജയലക്ഷ്മിയുടെ മകളല്ല രഞ്ജു. അങ്ങനെയെങ്കിൽ രഞ്ജു ആര്? അവൾ എന്തിന് വിജയലക്ഷ്മിയുടെ ഒപ്പം നിൽക്കണം? മാധവൻ നായർ ഇട്ടേച്ച് പോയാലും മറ്റൊരു പുരുഷനോടൊപ്പം ജീവിക്കുന്ന പെണ്ണും അല്ല വിജയലക്ഷ്മി. അവൾ രാധികയെ പോലെയല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അനാർക്കലിയുടെ ഇരിപ്പ്. ഈ സമയം രാധികയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുക. ഈശ്വര, എങ്ങനെയെങ്കിലും അനാർക്കലിയെ പറഞ്ഞു വിടണം. അവൾ ചോദിച്ച പണം അവൾക്ക് കൊടുക്കണം, ഇല്ലാതെ വേറെ വഴിയില്ല. ചോദിച്ച പണം കൊടുത്തില്ലെങ്കിൽ അവൾ അറയ്ക്കൽ വിട്ടു പോകില്ല. അവളെ അറയ്ക്കലിൽ നിന്നും ഓടിക്കാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്ത് 10 കോടി എങ്ങനെയെങ്കിലും കൊടുക്കണം. അമ്മ ആരെക്കുറിച്ചായി ആലോചിക്കുന്നത്? കുറേ നേരമായല്ലോ അമ്മ ടെൻഷൻ അടിക്കാൻ തുടങ്ങിയിട്ട്. എന്താ അമ്മയ്ക്ക് പറ്റിയേ? എന്താണെങ്കിലും പറ അമ്മേ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലയെന്ന്. നീ മിണ്ടാതെ ഡ്രൈവ് ചെയ്യടാ, പെട്ടെന്ന് പോ, എനിക്ക് വീട്ടിലെത്തണം, ഇല്ലെങ്കിൽ പണിയാണ്. അത് കേട്ടതും വീട്ടിലെത്തിയില്ലെങ്കിൽ എന്ത് പണി? അമ്മയുടെ ഏത് കൂട്ടുകാരത്തെയാണ് വന്നിരിക്കുന്നത്? പൈസയാണോ അവർ ചോദിച്ചത്? അതാണോ അമ്മ ടെൻഷൻ അടിക്കുന്നത്? ഏയ്, പൈസയാണെങ്കിൽ അമ്മ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പറ അമ്മേ, എന്തായാലും പറ. അത് കേട്ടതും നമ്മുടെ കാഞ്ചന, പറ മമ്മി, എന്നാച്ച്? യാര് കൂപ്പിട്ടത്? മാമിക്ക് എന്താ ഇത്ര പേടി? ദേ കാഞ്ചന, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കണ്ടെന്ന്. നീ നിൻ്റെ കാര്യം നോക്ക്. ഓ അങ്ങനെയാണോ എന്നും പറഞ്ഞ കാഞ്ചന അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രേഖ മിണ്ടാതെ അവിടെ ഇരുന്നാൽ പോരായിരുന്നോ? എന്തിനാ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ ചോദിക്കുന്നേ? ദേ കാഞ്ചന, വെറുതെ അമ്മയുടെ വായിലിരിക്കുന്ന കേൾക്കണ്ട. അമ്മയെ ടെൻഷൻ അടിച്ചിരിക്കുക, അതിനിടയിൽ നീയും കൂടെ അമ്മനെ ടെൻഷൻ അടിപ്പിക്കണ്ട എന്നൊക്കെ പറയണം. അത് കേട്ടതും കാഞ്ചന ഒന്നും മിണ്ടാതെ ഇങ്ങനെ വായു അടച്ചിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവർ അറയ്ക്കലിലെത്തുകയാണ്. അറയ്ക്കലിലെത്തിയതും നമ്മുടെ രാധിക പേടിച്ച് വിറച്ച് കാറിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ അയ്യപ്പൻ നായർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായി അയ്യപ്പ? അവളെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു വിടാൻ നോക്കിയോ? എൻ്റെ രാധികാമ്മേ, ഞാൻ പരമാവധി ശ്രമിച്ചു. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് പോകണ്ടേ? അവളിവിടെ സ്ഥിരതാമസമാക്കിയ മട്ട. ഗോവിന്ദ് കണ്ടാലും പ്രശ്നമില്ല എന്നും പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു വിടാൻ നോക്കായിരുന്നില്ല അയ്യപ്പ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പരമാവധി ശ്രമിച്ചു. ഇനി രാധികാമ്മയ്ക്ക് മാത്രമേ അതിന് കഴിയൂ. രാധികാമ്മേ, ഒരു കാര്യം ഞാൻ പറയാം. എന്തൊക്കെ സംഭവിച്ചാലും മാധവൻ മുതലാളിയെ ഇല്ലാതാക്കിയവളുടെ കൂടെയുള്ള രാധികാമ്മയുടെ ഈ ചങ്ങാത്തം ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം. എനിക്കിഷ്ടമല്ല അത്. മാധവൻ മുതലാളി പറഞ്ഞ ഒരേ ഒരു കാരണത്താൽ ഇന്ന് വരെ രാധികാമ്മയ്ക്ക് ഒരു കുറവും ഉണ്ടാക്കിയിട്ടില്ല ഞാനും ഗോവിന്ദ കുഞ്ഞും. അങ്ങനെയുള്ളപ്പോൾ അനാർക്കലിയുടെ പേരിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യത്യസ്തതരമാണ് രാധികാമ്മേ. സൂക്ഷിക്കണം, സൂക്ഷിച്ചും കണ്ടും വേണം ഓരോന്ന് ചെയ്യാൻ. മനസ്സിലായല്ലോ? അനാർക്കലി, അവളെ വിശ്വസിക്കരുത്. അവൾ മാധവ മുതലാളിയെ ഇല്ലാതാക്കിയതുപോലെ എൻ്റെ കുഞ്ഞ് ഗോവിന്ദനെയും തീർക്കും. അതിന് ഞാൻ അനുവദിക്കില്ല. ഇനി അറയ്ക്കൽ തറവാട്ടിലൊരു മരണം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഈ അയ്യപ്പൻ നായർ ജീവിച്ചിരിക്കുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അയ്യപ്പ, താനൊന്ന് ടെൻഷനാകാതെ. ഞാൻ അവളെ പറഞ്ഞു വിടാൻ നോക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാലേ ഗോവിന്ദൻ്റെ കണ്ണിൽ അവൾ പെടാതിരിക്കൂ. ഗോവിന്ദൻ്റെ കണ്ണിൽ എങ്ങനെ അവൾ തീർന്നു, അതോടുകൂടെ എല്ലാം. അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനാ ഞാൻ ഓടി വന്നത്. കാരണം ഗോവിന്ദെങ്ങാനും കണ്ട പിന്നെ അവന് ഇഷ്ടമില്ലാത്ത ഒരാൾ അവിടെ വന്നതിൻ്റെ പേരിൽ അവൻ പിന്നെ വെറുതെ ഇരിക്കുമെന്ന് അയ്യപ്പന് തോന്നുന്നുണ്ടോ? അത് കേട്ടതും അത് ശരിയാണല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എങ്ങനെയെങ്കിലും രാധികാമ്മ പോയി അവളോട് സംസാരിക്കുക, ഇല്ലാതെ വേറെ വഴിയില്ല. രഞ്ജു ആണെങ്കിൽ ചായയൊക്കെ ഇട്ട് കൊടുത്ത് അവളെ മയക്കി വെച്ചിട്ടുണ്ട്. ഇനി രാധികാമ്മയുടെ കയ്യിലാണ് എല്ലാം. പോയി സംസാരിച്ച് അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്ക്. കുഞ്ഞ് വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന്. ശരി അയ്യപ്പൻ നായരെ എന്നും പറഞ്ഞുകൊണ്ട് രാധിക അകത്തേക്ക് പോവുക. ഈ സമയം വരുണ അങ്ങോട്ട് വരിക. ആരാ അയ്യപ്പെട്ടത്? എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കുന്നേ? ഞങ്ങളോട് ഇത്രയും നേരം മെക്കിട്ട് കയറിക്കൊണ്ടാണ് വന്നത്. അതൊരാൾ, അതിനെക്കുറിച്ചൊന്നും കുഞ്ഞറിയണ്ട. ഇനി അറിഞ്ഞാലും അറിയണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറയാനുള്ള ലൈസൻസ് ഒന്നുമില്ല. രാധികാമ്മയോട് തന്നെ ചോദിച്ചറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അയ്യപ്പൻ നായർ താഴേക്ക് ഇറങ്ങി പോവുക. ഈ സമയം ആകെ ടെൻഷനായി വരുൺ. അപ്പം രേഖ, അതാരായിരിക്കും? എന്തിനായിരിക്കും വന്നത്? എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കുന്നേ? എന്തോ ഉണ്ടല്ലോ. രേഖ പാപ്പാ, ഞാൻ சொன்னல்லையா, இந்த ராதிகா மாமியோட ரகசியங்கள் எல்லாம் எனக்கு தெரியும். அந்த முன்னாடி ரொம்ப வருஷம் முன்னாடி நடந்த கதைகள் எல்லாம் எனக்கு தெரியும்.
அந்த കഥയിലെ ഒരു വില്ലിതാ വന്നിരിക്കുന്നത്. എൻ്റെ കാഞ്ചനെ വെറുതെ മണ്ടത്തരം വിളിച്ച് പറയാതെ എഴുന്നേറ്റ് പോകാൻ നോക്ക്. നീ ഇങ്ങനെ ബാക്കിയുള്ളവനെ കൂടെ പൊട്ടിയാക്കരുത് കേട്ടല്ലോ. നിന്റെ കള്ളക്കഥകളൊന്നും എനിക്ക് കേൾക്കണ്ട. അന്ന് വിജയലക്ഷ്മി ആൻറ്റിനെ നീ എന്താ പറഞ്ഞത്? ഗോവിന്ദ് മാമൻ്റെ മറ്റൊരു ലവറാന്ന്. അത് കഴിഞ്ഞപ്പോൾ രഞ്ജുവായി. അങ്ങനെ ഓരോരുത്തരെയും നീ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക. ഇനി രാധികാമ്മയുടെ ഏതെങ്കിലും കള്ള കാമുകിയാണോ അല്ലെങ്കിൽ കള്ള കൂട്ടുകാരിയാണോ കാമുകൻ്റെ ഭാര്യയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ എന്നോട് പറ്റിക്കാനൊന്നും നോക്കണ്ട. ഇത് വേറെ എന്തോ പ്രശ്നമാണ്. എന്തോ പ്രശ്നത്തിൽ അമ്മ പെട്ട് നിൽക്കുക. അതെന്താണെന്ന് അറിഞ്ഞാൽ മതിയാവും. ഗീതവും ഗോവിന്ദേട്ടന് വരട്ടെ, എന്നിട്ട് സംസാരിച്ച് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന രാധികയാണ്. രാധിക അനാർക്കലിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അനാർക്കലിയോട് അനാർക്കലി എന്നും പറഞ്ഞ് വിളിച്ചു. വാ വാ വാ, വരണം മേഡം, വരണം വരണം, നമസ്കാരം എന്നും അനാർക്കലി. എന്താ അനാർക്കലി, നീ എന്തുദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ. എൻ്റെ അനാർക്കലി, ഞങ്ങളാകെ പെട്ടുപോയ അവസ്ഥയാണ്. അതിനിടയിൽ നീ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ശരിയല്ല. എന്തർത്ഥത്തിലാടി നീ എന്നോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറയുന്നേ? വരണ്ടാന്ന് പറയാൻ നിനക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? ഇന്ന് നീ അനുഭവിക്കുന്ന ഈ സുഖവും സൗകര്യവും ഞാനും കൂടെ കാരണമായതുകൊണ്ടാണ് നിനക്ക് കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും സന്തോഷമുണ്ടാവുമായിരുന്നോ? ഇന്ന് നീ പണവും പത്രാസുമോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഞാൻ മാത്രമാണ്. മനസ്സിലായല്ലോ? എനിക്കറിയാം. നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ സുഖ സൗകര്യങ്ങളൊന്നും കിട്ടില്ലായിരുന്നു. അറിയാലോ, മാധവേട്ടൻ്റെ എല്ലാ സ്വത്തുക്കളും തട്ടിയെടുത്തത്, മാധവേട്ടനെ ഇല്ലാതാക്കിയതും ഭദ്രനും നീയും കൂടിയാണെന്നാ ഇപ്പോഴും ഗോവിന്ദ് വിശ്വസിക്കുന്നത്. എന്നെ അവൻ അവിശ്വസിച്ചാൽ പിന്നെ ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവില്ല. നിന്നെപ്പോലെ അവസ്ഥ തന്നെ വിടേണ്ടി വരും ഞാനും. അതുകൊണ്ട് നീ ഇവിടുന്ന് പോകണം. അവനറിഞ്ഞ നിന്നെ ചിലപ്പോൾ വെറുതെ വിടില്ല, എന്നെയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഇവിടെ നിൽക്കരുത്, പോകണമെന്ന്. അങ്ങനെ പോകണമെങ്കിൽ ഞാൻ ആഗ്രഹിച്ച 10 കോടി രൂപ എനിക്ക് കിട്ടണം. മാധവൻ മുതലാളിയുടെ എത്രയോ സ്വത്തുക്കൾ തട്ടിയെടുത്ത് നീ ചെയ്തതൊന്നും ആവില്ലല്ലോ ഞാൻ ചെയ്തത്. മാധവൻ മുതലാളിയെ കൂടെ കൂട്ടി വിജയലക്ഷ്മിയെ ചതിച്ച് അയാളെ സ്നേഹിച്ച് വഞ്ചിച്ച് കല്യാണവും കഴിച്ച് അയാളുടെ മുൻപിൽ നല്ലവളായി അയാളുടെ മുൻപിൽ ഞങ്ങളെയൊക്കെ ചീത്തവരാക്കി നീ ചെയ്തു കൂട്ടിയ ഓരോ കഥകളും ഞാൻ മറക്കില്ല. എനിക്കത് മറക്കാനും പറ്റില്ല. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ രാധികാമ്മേ, നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അറിയാലോ, എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ എനിക്ക് എത്ര നേരം വേണമെന്ന് നിനക്കറിയാലോ. അയ്യോ, നീ ചതിക്കരുത്. നീ എത്രയും പെട്ടെന്ന് പോകണം. നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ഇട്ട് തരാം. നീ എന്നെ വിശ്വസിക്കേ. നിന്നെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ഈ ജന്മത്ത് അത് നടക്കില്ല. ഇത്രയും കൊല്ലം ഞാൻ ജയിലിൽ കിടന്നിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നീ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിനകത്തുണ്ട്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജയിലിൽ കിടന്നത്. നീ കാരണമാണ് ഞാൻ ജയിലിലായത്. എൻ്റെ ജീവിതം തന്നെ തകർന്നു. എന്നിട്ടും ഒരാശ്വാസവാക്കേകാൻ നീ ജയിലിലേക്ക് വന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഞാൻ എങ്ങനെ സഹായിക്കും? പറ, മര്യാദയ്ക്ക് പറയാനാ പറഞ്ഞത്. അത് കേട്ടതും ആകെ ടെൻഷനായിട്ട് രാധികമ്മ, ഗോവിന്ദ് വരുന്നതിന് മുമ്പ് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. അവൻ വന്നാൽ പണി കിട്ടും അനാർക്കലി. അതുകൊണ്ടാണ് പറഞ്ഞത്. വേറെ ആര് കണ്ടാലും പ്രശ്നമില്ല. ഗോവിന്ദും ഗീതവും കണ്ട ഭയങ്കര പ്രശ്നവും. കാണട്ടെ, എല്ലാവരും കാണട്ടെ. എനിക്കതിലൊരു പ്രശ്നവും ഇല്ല. ഞാൻ ആഗ്രഹിച്ചത് കിട്ടാതെ ഞാനിവിടുന്ന് മടങ്ങിപ്പോകത്തുമില്ല എന്നും അനാർക്കലി തറപ്പിച്ച് പറയുകയാണ്. ഇത് കേട്ടത് രാധിക പേടിച്ച് വിറച്ച് നിൽക്കുക. ഈ സമയം ഗോവിന്ദും ഗീതവും കൂടെ അങ്ങോട്ട് എത്തുകയാണ്. കാറിൽ അവരുടെ ശബ്ദം കേട്ടതും നമ്മുടെ രാധിക ടെറസിലൂടെ എത്തി നോക്കുക. ഈശ്വര, ഗോവിന്ദ്, എൻ്റെ അനാർക്കലി, നീ പോ, എങ്ങോട്ടെങ്കിലും പോ. നിന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. പോകാനാ പറഞ്ഞത്. അത് കേട്ടതും ഞാൻ എങ്ങോട്ട് പോകാൻ? നീ പിന്നമ്പുറം വഴി ഓടി രക്ഷപ്പെട്ടോ. ഗോവിന്ദ് കണ്ട ചിലപ്പോൾ നിന്നെ കൊല്ലും. അവൻ അറിഞ്ഞു ഞാനിവിടെ വന്നിട്ടുള്ള കാര്യം. അവൻ നേരത്തെ അറിഞ്ഞു. അയ്യപ്പൻ നായരെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ പാഞ്ഞിങ്ങെത്തിയത്. എന്തായാലും ഇനി നിനക്ക് രക്ഷയില്ല രാധികേ. നിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നിൻ്റെ എല്ലാ സന്തോഷവും ഇതോടുകൂടെ കെട്ടടങ്ങും. നീ നോക്കിക്കോ. ഇനി നിനക്ക് ജീവിതത്തിൽ സന്തോഷം എന്താണെന്നറിയില്ല. ഞാൻ അനുഭവിച്ചതെല്ലാം നീയും അനുഭവിക്കണം. അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നേ. ഈശ്വര, കണ്ണനെല്ലാം അറിഞ്ഞോ? എല്ലാം അറിഞ്ഞു എന്നും പറഞ്ഞു തന്നെ അനാർക്കലി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാധിക ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഈ സമയം ഗീതവും ഗോവിന്ദും കൂടെ അറക്കലിലേക്ക് എത്തുകയാണ്. അവരുടെ മുൻപിൽ ചെന്ന് പെടാതെ രാധികയും അനാർക്കലിയും അങ്ങ് മാറി നിൽക്കുക. ഇതേ സമയം അവർ രണ്ടൊരു മുറിയിലെത്തി. അപ്പോൾ ഗീതു കുളിച്ച് ഫ്രഷായി വെളിയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് കുളിക്കാനായിട്ട് കയറിയിരിക്കുക. ഈ സമയമാണെങ്കിൽ വിലാസിനിയുടെ കോൾ വരികയാണ്. അപ്പോൾ വിലാസിനിയുടെ ഫോൺ വന്നതും നമ്മുടെ ഗീതു, അമ്മേ, ഞങ്ങൾ പോയിട്ട് വന്നമ്മേ, ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. കണ്ണേട്ടൻ കുളിച്ചുകൊണ്ടിരിക്കുക. മോളെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. എന്താ
എന്താ അമ്മേ, എന്താ പറ്റിയ മോളെ? ആകെ കുഴപ്പമായിടി. എന്താ അമ്മേ, എന്താ അമ്മ കരയുന്നേ? അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പ്രശ്നം എനിക്കല്ല മോളെ, വിനോദിൻ്റെ വണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്? വിനോദിൻ്റെ വണ്ടി എന്തിനാ പോലീസ് പിടിച്ചേ? അമ്മ, അവനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ അവൻ്റെ വണ്ടി പോലീസ് പിടിച്ചേ? അവൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലായിരുന്നില്ല മോളെ വണ്ടി, അതാ പോലീസ് പിടിച്ചെന്ന് ഞാൻ പറഞ്ഞേ. അവൻ്റെ കൂട്ടുകാരനെയും പിടിച്ചു. എന്തിനാണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്താ അമ്മ ഉണ്ടായേ? എന്താണെങ്കിലും പറ. അവൻ്റെ വണ്ടിയിൽ നിന്ന് മയക്കമരുന്ന് കണ്ടുവെന്ന്. മയക്കമരുന്ന് കിട്ടിയതിനാ പോലീസ് പിടിച്ചത്. മയക്കമരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് ഗീത ചോദിക്കുക. അതേ മോളെ, വണ്ടിയിൽ മയക്കമരുന്ന് ഉണ്ടായെന്നും പറഞ്ഞാൽ പോലീസ് പിടിച്ചത്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? മോള് ഗോവിന്ദനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും പോലീസുകാരെ ഒന്ന് പോയി കാണാൻ പറ, വിനോദിനെ രക്ഷിക്കും മോളെ എന്നൊക്കെ പറയണം. ശരിയമ്മേ. അല്ല, വിനോദ് അതിനിവിടെ ഉണ്ടായില്ലല്ലോ, പിന്നെ എങ്ങനെയാ അവൻ്റെ വണ്ടി പോലീസ് പിടിക്കുന്നത്? അവൻ്റെ വണ്ടിയിൽ എങ്ങനെ മയക്കമരുന്ന് ഉണ്ടാവുന്നത്? അതിൻ്റെ പേരിൽ വിനോദിനെ എന്തിനാ പിടിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. അതൊന്നും എനിക്കറിയില്ല മോളെ, പോലീസുകാർ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ശരിയമ്മേ, ഞാൻ കണ്ണേട്ടനോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഗീത ഫോൺ കട്ട് ചെയ്തു. ഈ സമയം നമ്മുടെ രാധിക എവിടേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങുവാണ്. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് വന്ന് വീടിൻ്റെ മുൻപിൽ നിൽക്കുക. പോലീസ് ജീപ്പ് കണ്ടതും ഗോവിന്ദൻ്റെ രാധികയും വരുണൊക്കെ അന്തം വിട്ട് നോക്കണം എന്താ പറ്റിയെന്നറിയാതെ. അപ്പോൾ പോലീസുകാർ അതിൽ നിന്ന് ഇറങ്ങി. നമസ്കാരം സാർ, എന്താണ് സാർ എന്ന് ചോദിക്കുകയാണ്. വിനോദുണ്ടോ ഇവിടെ? ഉണ്ട് സാർ, വിനോദിനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. എന്തിനാ വിനോദിനെ അറസ്റ്റ് ചെയ്യുന്നത്? വണ്ടിയിൽ മയക്കമരുന്ന് കച്ചവടം. അത് കേട്ടതും ഏത് വണ്ടിയിൽ? സ്വന്തം കാറിൽ തന്നെ മയക്കമരുന്ന് വെച്ച് ബിസിനസ് ചെയ്യുമോ ഇവൻ, അതുകൊണ്ടാണ് ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്നത്. അയ്യോ സാർ, നിങ്ങൾക്ക് തെറ്റി. ഇല്ല, ഇവനെ പിടിച്ച് ഞങ്ങൾക്ക് ചോദ്യം ചെയ്തേ മതിയാവും. ആ വണ്ടിയിൽ എങ്ങനെ മയക്കമരുന്ന് വന്നു എന്ന് ഞങ്ങൾക്കറിയണം. അത് കേട്ടതും വരുണിന് സന്തോഷമായി. വിനോദിനെ പിടിച്ചു കൊടുക്കാൻ വരുൺ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പോലീസുകാർ, സോറി സാർ, ഞങ്ങൾക്ക് ഇവനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് ഗോവിന്ദനോട് പറഞ്ഞിട്ട് വിനോദിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോഴേക്കും പോലീസുകാരെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വിനോദ് ഓടി രക്ഷപ്പെടാൻ നോക്കുക. പക്ഷേ അപ്പോഴേക്ക് പോലീസുകാരും പിന്നാലെ ഓടുന്നുണ്ട്. അതേ പ്രേക്ഷകരെ, ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. വിനോദിനെ പോലീസ് പിടിക്കുമ്പോൾ പ്രിയയ്ക്ക് ആ വൻ ദുരന്തം സംഭവിക്കുകയാണ്. പ്രിയയുടെ ജീവിതം അപകടത്തിലാവോ? വിനോദ് പോലീസ് ലോക്കപ്പിലായി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും? അനാർക്കലിയെ ഗോവിന്ദ് കാണോ എന്നൊക്കെ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.